ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ബീഫും നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഒരു വെറൈറ്റി ഉന്നക്കായുടെ റെസിപ്പിയാണ് ഇന്ന് റെഡിയാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതാ 3 നേന്ത്രപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. അധികം പഴുക്കാത്ത നല്ല പഴം തന്നെ ഇതിനായിട്ട് നോക്കിയെടുക്കണം. അപ്പോൾ നേന്ത്രപ്പഴം നമുക്ക് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ അതാ ഞാനിവിടെ പുഴുങ്ങി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം നമുക്കതിന് പുറത്തുള്ള തൊലിയും ഉള്ളിലുള്ള ആ കറുത്ത സീഡൊക്കെ കളഞ്ഞതിന് ശേഷം ഇത് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം. അപ്പോൾ കൈ വെച്ചിട്ടോ ഒക്കെ നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ നല്ല പഴമാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഇത് കുഴഞ്ഞിട്ട് ഇതുപോലെ റെഡിയാക്കി കിട്ടും. അപ്പോൾ ഇതാ ഞാൻ ഇതിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കുക. ഇപ്പോൾ ഇതിലേക്കുള്ള ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മീഡിയം സൈസിലുള്ള 2 സവാള ചെറുതാക്കി അരിഞ്ഞെടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. നല്ല രീതിയിൽ തന്നെ വാടി വരണം. കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമുക്കൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമുക്ക് വാടി കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് പെട്ടെന്ന് തന്നെ വാട്ടിയെടുക്കുക. അപ്പോൾ ഇതാ ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതാ 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ചതച്ചെടുത്തതാണ്. അത് ചേർത്ത് കൊടുക്കുക. ഇതിന് പകരം നന്നായിട്ട് കനം കുറഞ്ഞിട്ട് 3 അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഇഞ്ചിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിന് ശേഷം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുരുമുളക് പൊടി 1 ടീസ്പൂണ്, ഗരം മസാല 1/2 ടീസ്പൂണ്, മല്ലിപ്പൊടി 1 ടീസ്പൂണ്, മുളക് പൊടി 1/2 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണ്, ഇത്ര അളവിലെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് ഇതിൽ ചേർത്തിട്ട് നമുക്ക് ഇതിൻ്റെ ആ ഒരു പച്ച സ്മെല്ല് മാറുന്നത് വരെ ഒന്നും കൂടെ ഒന്ന് ചൂടാക്കിയെടുക്കുക. അപ്പോൾ ഇതാ അതും കൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതാ നമ്മൾ ബീഫ് ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് കുറച്ച് ഗരം മസാലയൊക്കെ ചേർത്തിട്ട് വേവിച്ച് നമ്മൾ അതിൻ്റെ കഷ്ണം നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. കുറച്ച് നേരം വഴറ്റിയതിന് ശേഷം നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കുക. ബീഫ് ഈ ഉള്ളിയിലിട്ടിട്ട് നന്നായിട്ട് 2-3 മിനിറ്റ് നേരം ഒന്ന് നമുക്ക് ഇത് വേവിച്ചെടുക്കണം. എന്നാലാണ് ആ മസാലയൊക്കെ ഈ ബീഫിലേക്ക് ഇറങ്ങി കിട്ടുള്ളൂ. അപ്പോൾ അതുവരെ ഒരു ജസ്റ്റ് 2-3 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കണം. ബീഫ് വേവിച്ച് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിച്ചിട്ടൊന്ന് ഈ ഒരു ഉള്ളിയിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴത്തിൽ നിന്ന് ഇതുപോലെ ഓരോ ഉരുളകളാക്കിയിട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ഉള്ളിലേക്ക് ഈ ഒരു ബീഫിൻ്റെ ഫില്ലിങ് ചേർത്തിട്ട് നമുക്കിത് ഷേപ്പാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഉന്നക്കായ സാധാരണ തേങ്ങയൊക്കെ വെച്ച് ചെയ്യുന്നത് പോലെ തന്നെയാണ്. ഇത് ഫില്ലിങ്ങിന് മാത്രം ഒരു വ്യത്യാസമുള്ളൂ. അപ്പോൾ ഇതാ ഇതുപോലെ ആദ്യം ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് 2 കൈയിലും വെച്ചിട്ട് ആ ഉന്നക്കായയുടെ ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ അതാ ഇതുപോലെ തന്നെ ഇങ്ങനെ ആക്കിയെടുത്താൽ നമുക്ക് നല്ല രീതിയിൽ ഇത് ഷേപ്പായി കിട്ടും. വേണമെന്നുണ്ടെങ്കിൽ ഒട്ടി പിടിക്കാന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ഒന്ന് കയ്യിൽ തടവി കൊടുത്താൽ മതി. എന്നിട്ട് ഇതാ ഇതുപോലെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി മറ്റുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ഇവിടെ എല്ലാതും ഇവിടെ ഷേപ്പാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായ എണ്ണയിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണം. അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പുറം ഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞ് കളറൊക്കെ മാറി വരും. അപ്പോൾ ഇതാ ഇത് മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ തിരിച്ചു മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഒരു ഭാഗം ഒന്ന് കളർ മാറി വന്നാൽ നമുക്ക് മറ്റേ സൈഡൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗവും ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ ഇങ്ങനെ ഇതുപോലെ ഉരുട്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്ത് നമുക്ക് എല്ലാ ഭാഗവും ഈ ഒരു കളർ ആവുന്നത് വരെ ഇത് ഫ്രൈ ചെയ്തെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ നമ്മളത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോരി മാറ്റി വെക്കാം. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ ഇതാ നമ്മുടെ ഉന്നക്കായ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഉന്നക്കായാണ്. അപ്പോൾ നമ്മൾ സ്വീറ്റായി ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ തന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഇതുപോലെ ഒന്ന് വെറൈറ്റി ആയിട്ട് ഈ ഒരു സ്പൈസി ആയിട്ടുള്ള ഒരു ഉന്നക്കായ റെഡിയാക്കി നോക്കുക. എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതാ ഉള്ളിൽ ബീഫിൻ്റെ ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള പഴവും മധുരവും എരിവൊക്കെ കൂടിയിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉന്നക്കായാണ്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതെ. താങ്ക്